എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ആഗ്രഹങ്ങൾ നിറവേറ്റാനും സാധിക്കാറുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റും നിങ്ങളുടെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് അല്ലെ? ഇല്ല. എന്തുകൊണ്ടാണത്? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിട്ടു. അതിലൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നു. പിന്നെ ഒരു കൂട്ടർ എന്താ പറയുന്നത്, ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഞാൻ ഫെയിൽ ആയിപ്പോയി. പിന്നെ ഒരു കൂട്ടരോ, അതിന് നടന്നതിന് 2 വർഷം പോയി. ഇങ്ങനെ 100 കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നൊക്കെ പറയാനുള്ള പുറപ്പാടിലാണ് ഞാൻ. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഞങ്ങളല്ലേ അനുഭവിച്ചത്. സുഹൃത്തുക്കളെ, ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരാൾ ഒരു സർക്കസ് മൈതാനിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ വളരെ കൗതുകകരമായ ഒരു കാര്യം കണ്ടത്. അവിടെ ഒരു ഭാഗത്ത് കുറച്ച് ആനകൾ ഉണ്ടായിരുന്നു. ഈ ആനകളുടെ ഒരു കാൽ ആനച്ചങ്ങലയ്ക്ക് പകരം ഒരു ചെറിയ കയർ ഉപയോഗിച്ചാണ് കെട്ടിയിരുന്നത്. നോക്കണേ, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ കാലിൽ. ഒരു ആനയുടെ ഭാരം ഏതാണ്ട് 2700 മുതൽ 4500 കിലോഗ്രാം വരെയാണ്. ഈ ആനയാണ് ഒരു ചെറിയ കയർ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത്. ഈ ആനകൾക്ക് എന്ത് എളുപ്പമാണ് ആ കയർ പൊട്ടിച്ചൊന്ന് സ്വതന്ത്രരാവാൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ആനകൾ അങ്ങനെ ചെയ്യാത്തത്? അയാൾക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഒടുവിൽ ഇക്കാര്യം ആനപ്പാപ്പാനോട് തന്നെ ചോദിച്ചു കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കണ്ട ആനപ്പാപ്പനോട് അയാൾ ചോദിച്ചു, ഈ ആനകളുടെ കാലിൽ എത്ര ചെറിയ കയറാണ് കെട്ടിയിരിക്കുന്നത്, എന്നിട്ടും എന്താവാ അത് പൊട്ടിച്ചോടാത്തത്? അപ്പോൾ ആനപ്പാപ്പാൻ അതിലേറെ രസകരമായുള്ള ഒരു കാര്യം പറഞ്ഞു. കുട്ടിയാനകൾ ആയിരിക്കുമ്പോഴേ ഈ കയർ ഉപയോഗിച്ചാണ് ഇവയെ കെട്ടിയിരുന്നത്. അവ അന്ന് ആ കയർ പൊട്ടിച്ചോടാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അവയ്ക്ക് മനസ്സിലായി അവയെ കെട്ടിയിരിക്കുന്ന കയർ അത്രയും ബലമുള്ളതാണെന്നും അവ പൊട്ടിച്ച് തങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും. പിന്നീട് പതിയെ ആ ശ്രമം അവർ ഉപേക്ഷിച്ചു. വലുതായപ്പോഴും അവ ആ ധാരണ മാറ്റിയതേയില്ല. കാരണം തങ്ങൾക്കിനി ഒരിക്കലും ഇത്രയും ബലമുള്ള ഈ കയർ പൊട്ടിച്ചു വരാൻ കഴിയില്ലെന്ന വിശ്വാസം അത്രയേറെ അടിയുറച്ചു പോയിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളിലും ഉണ്ട് ഇതുപോലെ അദൃശ്യമായ ഒരു കയർ. എന്ന് നമ്മൾ അത് പൊട്ടിച്ച് പുറത്തു വരുന്നു, അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ. നമ്മളിൽ പലപ്പോഴായി വന്ന അനുഭവങ്ങൾ കൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് കഴിയില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. പ്രതിസന്ധികളുടെ കടന്നുപോയ ആളുകൾ മാത്രമേ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇതാ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരുപോലെയുള്ള 2 ചെടികൾ തന്നുവെന്ന് വെക്കുക. ഒരെണ്ണം ഭദ്രമായി വീടിനകത്തും ഒരെണ്ണം വീടിന് പുറത്തും നട്ടുപിടിപ്പിക്കുക. രണ്ടിനും ഒരേ രീതിയിൽ വെള്ളവും വളവും കൊടുക്കുക. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാണാം, വീടിനകത്ത് ഭദ്രമായി വെച്ചിരിക്കുന്ന ചെടി ഇത്തിരി വളർന്നിട്ടുണ്ട്, പക്ഷെ അത് വളരെ ദുർബലമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മഴയും വെയിലും കാറ്റുമേറ്റ് വീടിന് പുറത്തു നട്ടിരിക്കുന്ന ചെടിയോ അത് വളർന്ന് പന്തലിച്ച് ഒരുപാട് ശാഖകളുള്ള ഒരു വലിയ വൃക്ഷമായി മാറിയിരിക്കുന്നതായും നിങ്ങൾക്ക് കാണാം. വീടിനകത്ത് നട്ടിരിക്കുന്ന ചെടി വളരെ സുരക്ഷിതമാണ്, അതിപ്പോഴും അതിന്റെ കംഫർട്ട് സോണിലാണ്. എന്നാൽ പുറത്തെ വൃക്ഷമോ തന്റെ വേരുകൾ ശക്തമായി മണ്ണിലൂന്നിക്കൊണ്ട് ബലമായ ശിഖരങ്ങളെ കൊണ്ട് മഴയെയും വെയിലിനെയും കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള ശക്തി സ്വയം ആർജിച്ചെടുക്കുന്നു. അവയ്ക്കൊന്നിനും തന്നെ അതിനെ വീഴ്ത്താനാവില്ല. ഇതുപോലെയാവണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളെ നോക്കിക്കാണേണ്ടത്. പിന്നീട് ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താനാകില്ല. വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും.